ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റോസാ ചെടി ഇഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ? റോസ് പൂവൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കാണാൻ പോകുന്നത് കണ്ടോ, ബഞ്ചായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് കണ്ടോ ഈ പൂക്കൾ. ഇതാണ് കേട്ടോ ഡിങ്കി റോസ്. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ്, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. കണ്ടില്ലേ എത്രയാ മുട്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ, നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും ഇത്. പക്ഷെ ഇതിനെ പരിപാലിക്കണമെങ്കിൽ കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ, കാരണം ഇതിൻ്റെ ഇല പഴുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നന്നായി ശ്രദ്ധിക്കണം. ഇല പഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ഇത് രാവിലെ മാത്രം നമ്മളൊരു വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വാട്ടർ സ്പ്രേ ജസ്റ്റ് ഒന്ന് ആ പൂക്കളിലും ചെടിയിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ വേരിലൊന്ന് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് നിലത്തൊക്കെ വെക്കുക കേട്ടോ, ഒന്നും പ്രശ്നമില്ല. പിന്നെ നമ്മൾ കുറച്ച് വളർന്നതിന് ശേഷം മാത്രം വളമൊക്കെ ചെയ്ത് കൊടുക്കുക. അല്ലാതെ പെട്ടെന്ന് നമ്മൾ ഈ ഒരു ചെറിയ ചെടി, ഇത് കുഞ്ഞു ചെടിയാണ് ഒന്നാമത്, അപ്പോൾ ഇതിന് പെട്ടെന്ന് അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കരുത്. ഇപ്പോൾ ചാണകവും മുട്ടത്തോടും അതിൻ്റെ പൗഡറൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യേണ്ടത് കുറച്ച് വലുതായതിന് ശേഷമാണ് കേട്ടോ. നല്ല രസമുള്ള ചെടിയാണ്. പിന്നെ വേപ്പിൻ പിണ്ണാക്കൊക്കെ നല്ലതാണ് കേട്ടോ. അതൊക്കെ കുറച്ച് വളർന്നതിന് ശേഷം ചെയ്ത് കൊടുക്കുക. കുഞ്ഞു ചെടിയിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് പരിപാലിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു കെയർ മാത്രം കൊടുത്താൽ മതി. നല്ല ഭംഗിയാണിത് വീട്ടിൽ കാണാൻ. നമുക്ക് എന്താ പറയുക, ഡെക്കറേറ്റീവ് പ്ലാന്റിൽ ഏറ്റവും ബെസ്റ്റാണ്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.